ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓളവും താളവും ഗൈസ്. അപ്പോൾ ഗൈസ്, വടംവലി പ്രമാണിച്ച് ഉള്ള ഡേറ്റിംഗ് ആണ് കേട്ടോ. ഇതാണ്ടില്ലേ, കുക്കുംബറൊക്കെ കട്ട് ചെയ്യേണ്ട കുക്കുംബർ കഴിച്ചു, പിന്നെ ലേശം നമ്മൾ വെള്ളം കുടിച്ചു. ഇതൊക്കെയാണ് നമ്മുടെ ഡയറ്റ് കേട്ടോ. അതായത് നമുക്കിനി വടംവലി ഉണ്ട് കേട്ടോ, മട്ടപ്പാടിയിൽ വെച്ചിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ന് പച്ചക്കറി കടയിൽ പോയിട്ട് 2 കുക്കുംബർ, നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണം. രാവിലെ 2 മുട്ട, ഉച്ചയ്ക്ക് ഒരു ചപ്പാത്തി, രാത്രി ഒരു പുട്ട് എന്നൊക്കെ പറഞ്ഞ പോലെയാണ് കേട്ടോ ഇപ്പോഴത്തെ ഡയറ്റ് ചാർട്ട്. ഇതായിട്ടില്ലേ, നമ്മൾ നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഞാൻ ലേശം പുട്ടൊക്കെ ഉണ്ടാക്കിട്ടോ. 5-6 കുറ്റി പുട്ടൊക്കെ കഴിക്കുന്ന ആളാണ് ഈ ഒരു കഷ്ണം പുട്ട് കൊണ്ടിരിക്കുന്നത് കേട്ടോ. ലേശം കുക്കുംബറും ഒരു പഴവും. അപ്പോൾ കൊടുക്കാം. ഓക്കെ, ഉച്ചയ്ക്ക് പച്ചവെള്ളം മാത്രം കുടിച്ചാന്നിരിക്കല്ലേ. പഴം, കുക്കുംബർ, ഓക്കെ, സെറ്റ്. ഇതൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഇരിക്കണം ഭഗവാനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. പോലീസ് എങ്ങനെ ചോറ് കഴിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ ഇതാ സ്റ്റാർട്ട് ചെയ്യാണ്. കോലം കണ്ടില്ല, ക്ഷീണിച്ച് നല്ല വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വടംവലി മത്സരം പുറകെ വരുന്നതാണ്. അതെല്ലാവരും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പുട്ടും പഴം ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണല്ലേ. ചായ വേണമെന്ന് ചോദിച്ചപ്പോൾ ചായ വേണ്ട, മധുരല്ലേ, തടി കൂടിയല്ലോ വെച്ചിട്ട് ചായ കുടിച്ചില്ല കേട്ടോ. അങ്ങനെ കഴിക്കണമെന്ന് നമുക്ക് പാവൊക്കെ തോന്നുന്നുണ്ട്. കോമ്പറ്റീഷൻ്റെ ഭാഗമല്ലേ, നോക്കാം. പുട്ടുണ്ടാക്കിയതിൻ്റെ നന്ദിയാണ് അറിയിക്കുന്നത് കേട്ടോ. മതി എന്നാണ് പറയണത്. അപ്പോൾ പാവൽ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഉണ്ടായ വാരിയൊക്കെ കൊടുത്തു. ഉണ്ടായ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. വളരെ സങ്കടകരമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ കഴിക്കാതിരിക്കുമ്പോഴുള്ളൊരു ഫീല്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞാപ്പ വന്നത്. കുഞ്ഞാപ്പ ഇത്ര അന്തിപ്പാതിരായിട്ട് ഉറങ്ങിയിട്ടില്ല കേട്ടോ. അച്ഛനെ കാണാതെ. ഈ കയ്യിൽ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തോ ഒരു മിഠായൊക്കെ ഉണ്ട്. പിറ്റേ ദിവസം കടയിൽ പോയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കുക്കുംബർ, ഒരു 2 പീസ് കുക്കുംബർ. അങ്ങനെ ഇതാ കുക്കൂസ് സൈക്കിളൊക്കെ എടുത്തിട്ട് നല്ല വികൃതി അടിക്കുന്നുണ്ട്. അപ്പോഴാണെങ്കിലും നല്ല മഞ്ഞുള്ളത് കൊണ്ട് കുറച്ച് വെയിൽ വന്നിട്ടാട്ടോ മൊത്തത്തേക്ക്. അങ്ങനെ ഇതാ ഗൈസ്, അങ്ങനെ ഒരു അച്ഛനും മോനും അവിടെ ഇരുന്ന് എന്തൊക്കെയാ പറയുന്നുണ്ട് കേട്ടോ. അതായത് മിട്ടുപൂച്ച അങ്ങനെ നമ്മൾ മുട്ട കൊണ്ടുവരുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ച് വെയിറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ മിട്ടുവിനെ പറ്റിച്ച് ഒരു കുക്കുംബർ മാത്രം കൊണ്ടുവരുന്നത് കേട്ടോ. അതും അതിൻ്റെ പകുതി. ഇതൊക്കെയാണ് നമ്മുടെ ഭക്ഷണങ്ങൾ ഗൈസ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഇവിടെ ആവുന്നില്ലേ, പറയൂ. കുക്കുംബറൊക്കെ കിട്ടുമ്പോഴൊരു സന്തോഷം, അടിപൊളി എന്നാ പറയണത്. വിശന്നിട്ടാണെന്നല്ല നമുക്കല്ലേ അറിയുള്ളൂ. അങ്ങനെ മിട്ടു എന്താ എനിക്ക് തരാതെ കഴിക്കാന്നുള്ള മട്ടിൽ നോക്കിയാണ്. എനിക്ക് പറ്റിയ സാധനങ്ങളൊന്നും അല്ലല്ലോ അതൊക്കെ. വിട്ടു ഭയങ്കര ടഫാണ് കേട്ടോ ഈ ഒരു ഇത്. അങ്ങനെ ഇതാണ്ടില്ലേ, ഇതാണ് മത്സരത്തിൽ പോകാൻ നിൽക്കുമ്പോൾ നാരങ്ങയൊക്കെ കഴിക്കുന്നു. എൻ്റെ വായക്കൂടെയാണ് വെള്ളം വരുന്നത്. അങ്ങനെ ഈ ടാർപ്പായിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വിചാരിക്കും. ഈ ടാർപ്പായിൻ്റെ ഉള്ളിൽ കണ്ടോളൂ ഗൈസ്, കണ്ടോളൂ. വെയിറ്റ് കുറയ്ക്കാൻ എല്ലാവരും കയറി ഇരിക്കുന്നതാണ്. വേറെയും കുറെ ആൾക്കാരുണ്ട്. വെയിലത്ത് ടാർപ്പായിൽ ഇരിക്കുക, കഠിനം, അതികഠിനം. എല്ലാവരും വേർത്തൊലിക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മൾ മത്സരത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്, മത്സരത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടി സ്ഥലങ്ങളും നല്ല രസമൊക്കെ, ചോരവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ടൂറിസ്റ്റ് ആവുകൊണ്ട് പിന്നെ കുറേ സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം. അങ്ങനെ ഇതാ വടംവലി മത്സരത്തിൻ്റെ അവിടെ എത്തി ഗൈസ്, നമ്മൾ എത്തി. കാണികളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ വടംവലിക്കുന്ന സ്ഥലം. അപ്പം അങ്ങനെ നമ്മൾ സെറ്റായി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.
ഇനി എങ്ങനെ വലിക്കണമെന്നും കൂടി നമുക്കൊന്ന് കാണാം. അങ്ങനെ ഇതാ ടീം ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ഇതാ ഗൈസ് നമ്മുടെ തലയണ ഗ്യാങ് ഓഫ് തലയണക്കാട് ഇറങ്ങിയിരിക്കുകയാണ് കളിത്തിൽ. ഇനി നമുക്കൊരു വലിയും കൂടെ നോക്കാം. എല്ലാവരും ഇങ്ങനെ നല്ല ഉഷാറോടെ വരുന്നൊക്കെ ഉണ്ട്. എന്താവും നമുക്ക് നോക്കാം. എക്സൈറ്റഡ്. അങ്ങനെ ഗ്യാങ് ഓഫ് TKD ഒരു പോസൊക്കെ കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട് ഗൈസ്, നിൽക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ വടംവലി തുടങ്ങാൻ പോവുകയാണ് ഗൈസ് ഏതാനും മിനിറ്റുകൾക്കകം. അങ്ങനെ ഇതാ നമ്മുടെ ടീമിലെ ഒരു അംഗം അടുത്ത് പൊടിയൊക്കെ കളഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ബാക്കിയുള്ള മെമ്പേഴ്സിന്. വാ സൂപ്പർ. അങ്ങനെ ഗൈസ് അതിനിതാ നമ്മുടെ കോച്ചാണ് അവിടെ നിൽക്കുന്നത്, ജയ്ഷേട്ടൻ. ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ആള്, പറയാതിരിക്കാൻ വയ്യ. അപ്പൊ തുടങ്ങണം ഗൈസ്, തുടങ്ങണം. അപ്പൊ നമ്മുടെ എതിർ ടീം നമ്മുടെ ടീംസും കൂടി എന്തൊക്കെയാവും നമുക്കിനെ നോക്കാം ഗൈസ്, നോക്കാം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആദ്യമായിട്ടാണ് കേട്ടോ, അപ്പോൾ അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ടാവും. ഫേസിലി നമുക്ക് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പം അതിൻ്റേതായ എല്ലാ ടെൻഷൻസ് എല്ലാവരും ഫേസിലും കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനതാ ലെറ്റ്സ് റെഡി സ്റ്റഡി ഗോ എന്ന മട്ടിൽ യെസ് സ്റ്റാർട്ട്. യെസ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഗ്യാങ് ഓഫ് TKD നല്ല കഠിന പരിശ്രമത്തിലാണ് കേട്ടോ ഗൈസ്. ഒരു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ രോമാഞ്ചൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് ഗൈസ്. കണ്ടില്ലേ, കോച്ചാണെങ്കിലോ ഒന്നൊന്നര സപ്പോർട്ടാണ് അവരെ, കണ്ടില്ലേ. അപ്പോൾ ഗൈസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒരേപോലെ കാല് വയ്ക്കുന്നു. പ്രാക്ടീസിൻ്റെ ഭാഗമാണ് ഗൈസ്, കണ്ടില്ലേ. അടിപൊളിയായിട്ട് അവർ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കണ്ടു നോക്കാൻ ഇനി എന്താവുന്ന, എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ശരിക്കും അവർ പരിശ്രമിക്കുന്നുണ്ട് ഗൈസ്. എല്ലാവരും അവിടെ ഭയങ്കര പ്രോത്സാഹനമൊക്കെ ആയിരുന്നു. കണ്ടില്ലേ, കോച്ചിൻ്റെ മുഖത്തുള്ളൊരു ടെൻഷൻ അതിനെക്കാട്ടിലാണ്. എന്താണ് നമ്മുടെ പിള്ളേർ ചെയ്യാന്നുള്ള മട്ടിലാണ് അവർ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഗൈസ് നമ്മളിതാ വലിക്കുന്നുണ്ട്. എതിർ ടീം ഒട്ടും പുറകിലല്ല കേട്ടോ, അവർ നല്ല അടിപൊളിയായിട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവരുടെ മുൻപ് കണ്ടാൽ നമുക്കറിയാം. വലിക്കും മക്കളെ, ലൂസ് അടിക്കണമെന്ന് പറഞ്ഞ പോലെ. യെസ് ഗൈസ്, അങ്ങനെ അവർ എതിർ ടീം നല്ല വലിയെന്ന് തോന്നുന്നു. ഇവരിതാ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കാലൊക്കെ പിന്നെ അങ്ങോട്ടാ പോകുന്നത് അവരുടെ ഗൈസ്. എന്തൊക്കെയാവും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് നിൽക്കുന്ന കിട്ടിയവൻ ആഞ്ഞ് വലിക്കുന്നൊക്കെയുണ്ട് കേട്ടോ. പക്ഷെ കാലുകൾ പതറുന്നു. കോച്ചാണെങ്കിൽ ഒരു ഒന്നൊന്നര സപ്പോർട്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വലിച്ച് അവരെ മറിച്ചിടാനൊക്കെ തോന്നും. പക്ഷെ ഗൈസ് എന്താണ് നമുക്ക് കണ്ടറിയാം. അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ റിസൾട്ട് അറിയുന്നതാണ് ഗൈസ്, അറിയുന്നതാണ്. കാണുമ്പോൾ നമുക്കുള്ളത് ശരിക്കും ഒരു കാളലൊക്കെ ഉണ്ട് കേട്ടോ. അത് കാണുമ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഭയങ്കര സപ്പോർട്ടൊക്കെ ആണ് കേട്ടോ. നമുക്ക് ഇനി ഇവരെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല ഗൈസ്, ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിൻ്റേതായ എല്ലാ ഫോൾട്ടും ഉണ്ടാവുന്നുണ്ടല്ലോ. ഒരു സ്ലിപ്പായി. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ. താളം ഗൈസ്, ബൈ.